സെപ്റ്റംബർ 1 മലപ്പുറത്ത് സഹോദരിയെ ബലാത്സംഗം ചെയ്ത് സംബന്ധിച്ച് ഡിവൈഎഫ്ഐ നേതാവിനെതിരെ കേസ്. സെപ്റ്റംബർ 3 എംഎൽഎ പി കെ ശശിയുടെ പീഡന വിവരം പുറത്ത്. സെപ്റ്റംബർ 5 എംഎൽഎ ഹോസ്റ്റലിൽ വെച്ച് ഇരിങ്ങാലക്കുടയുടെ ഡിവൈഎഫ്ഐ നേതാവിന്റെ പീഡനം പുറത്ത്. 7 കണ്ണൂർ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ നിന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പിടിച്ച കേസും അതിനോട് ചേർന്നുള്ള അനുബന്ധ കേസും കാര്യങ്ങളും. സെപ്റ്റംബർ 9 വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ വയനാട് നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച കേസ്. സെപ്റ്റംബർ 11 വീട് നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി യുവതിയെ പഞ്ചായത്ത് പ്രസിഡന്റായ സഖാവ് പീഡിപ്പിച്ച പരാതി പുറത്ത്. സെപ്റ്റംബർ 15 പന്തളത്ത് ഗൾഫുകാരന്റെ ഭാര്യ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇറക്കിക്കൊണ്ടുവന്ന കേസ്. ഇതൊക്കെ നമ്മൾ വായിക്കുന്നതാ. സെപ്റ്റംബർ 17 വിവാഹാഭ്യർത്ഥന നിരസിച്ച ഡിവൈഎഫ്ഐ പെൺകുട്ടിയെ പരസ്യമായി ചുംബിച്ച വെള്ളറടയിലെ സഖാവിന്റെ ഡിവൈഎഫ്ഐ നേതാവിന്റെ കേസ് പുറത്ത്. സെപ്റ്റംബർ 19 വീട്ടമ്മയെ പീഡിപ്പിച്ച കൌൺസിലർക്കെതിരെ പരാതി. 21 പെൺകുട്ടിയുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കണ്ണൂരിലെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കേസ്. 23 ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് മുങ്ങിയ സഖാവ് മറ്റാനേതൃത്വത്തിലുള്ള ചക്കരക്കുളം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നതൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 25 വീട്ടമ്മയെ പീഡിപ്പിച്ച തച്ചനാട്ടുകാരെ ഡിവൈഎഫ്ഐ നേതാവ് ഒളിവിൽ. 27 സ്കൂൾ വിദ്യാർത്ഥി പീഡിപ്പിച്ച കേസിൽ വിആർപുരം ബ്രാഞ്ച് സെക്രട്ടറിയുടെ കേസ് പുറത്ത്. 29 13കാരന്റെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇടയാക്കിയതിന് മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി നേതാവ് ബാലസംഘം ജില്ലാ കൺവീനറുമായ ഫറൂഖിനെതിരെ കേസ്. ഒക്ടോബർ മാസം ഈ മാസം 1 പാർട്ടി അനുഭാവിയായി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ മണ്ണാക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. ഒക്ടോബർ 3 13കാരിയെ പീഡിപ്പിച്ച വെഞ്ഞാറമ്മൂട് സിപിഐയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അറസ്റ്റിൽ റിമാൻഡിലാണ്. അത് കഴിഞ്ഞ് 5 തൃത്താലയെ KSDA നേതാക്കൾ അധ്യാപികയെ പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസ്. ഏറ്റവും അവസാനം ഇതാ മുകേഷിന്റെ കേസ്. ഇത്തരം ഒരു പരമ്പര കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതുപോലെ 48 മണിക്കൂർ വീതം വെച്ചുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്കെതിരെ കേസ് വന്നത്?